ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് ഞങ്ങളുടെ യാത്ര എങ്ങോട്ടാണെന്ന് അറിയാവോ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കണമെന്ന് ആഗ്രഹമുള്ള ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അതിൽ ഒന്നായ തഞ്ചാവൂരിലെ ബൃഹദേശ്വര ടെമ്പിളിലേക്കാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത്. തമിഴ്നാട്ടിലെ തഞ്ചാവൂർ എന്ന സ്ഥലത്താണ് പ്രസിദ്ധമായ ദക്ഷിണമേരു എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. AD 1010 അരുൾമൊഴിവർമ്മൻ എന്നറിയപ്പെടുന്ന രാജരാജ ചോളൻ ഒന്നാമന്റെ കാലത്താണ് ഈ ക്ഷേത്രം പണിതത്. നമ്മൾ ഈ കാണുന്ന ആദ്യത്തെ പ്രവേശന കവാടം 16-ാം നൂറ്റാണ്ടില് മറാത്ത രാജവംശം നിർമ്മിച്ചതാണ്. ശിവലിംഗത്തിന്റെ രൂപത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പരമശിവനാണ് ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠ. കവാടം കടന്ന് ഉള്ളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഇംഗ്ലീഷിലും ഹിന്ദിയിലും തമിഴിലും നമ്മുടെ പെരിയ കോവിലിനെ പറ്റിയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ അവിടെ വെച്ചിട്ടുണ്ട്. കൂടാതെ ഈ ക്ഷേത്രത്തിന്റെ ഒരു മാപ്പും അവരവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. രണ്ട് വലിയ കവാടങ്ങൾ കടന്ന് വേണം നമുക്ക് ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ. നമ്മളിപ്പോൾ കാണുന്ന ഈ ആദ്യത്തെ ഗോപുരത്തിന്റെ പേര് കേരളാന്തകൻ തിരുവയ്യിൽ എന്നാണ്. രാജരാജൻ ഒന്നാമൻ പണ്ട് കേരള നാട്ടുരാജാവായ ശ്രീ ഭാസ്കര രവിവർമ്മനെ പരാജയപ്പെടുത്തിയതിന്റെ ഓർമ്മയ്ക്കായാണ് ഈ പേര് നൽകിയത്. പൂർണ്ണമായി കരിങ്കല്ലിൽ തീർത്ത ക്ഷേത്രം എന്ന വിശേഷണവും നമ്മുടെ ഈ പെരിയ കോവിലിന് സ്വന്തമാണ്. 1000-ലധികം വർഷം പഴക്കമുള്ള ഈ മഹാനിർമ്മിതി ഉണ്ടാക്കാനായിട്ട് സിമന്റോ അതുപോലുള്ള മറ്റു വസ്തുക്കളോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് നമ്മുടെ അത്ഭുതം ഇരട്ടിപ്പിക്കുന്ന ഒരു വസ്തുത തന്നെയാണ്. നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ തൂണിന് 40 അടിയാണ് ഹൈറ്റ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതുണ്ടാക്കിയിരിക്കുന്നത് ഒറ്റക്കല്ലിലാണ്. 5 നിലകളുള്ള ഈ ഗോപുരത്തിൽ പുരാണ പ്രാധാന്യമുള്ള ഒരുപാട് ശില്പങ്ങളുണ്ട്. 15 അടി വീതിയുള്ള ഈ പ്രവേശന കവാടത്തിന്റെ ഗോപുരത്തിൽ ദക്ഷിണാമൂർത്തിയുടെയും ബ്രഹ്മാവിന്റെയും പ്രതിഷ്ഠകളുണ്ട്. ഈ കല്ലുകൾ അവരടുക്കിയിരിക്കുന്ന കണ്ടില്ലേ, വളരെ ടൈറ്റായിട്ട് ഇന്റർലോക്ക് ചെയ്ത പോലത്തെ ഒരു പാറ്റേണിലാണ് അവരത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു സിമന്റ് പോലും ഉപയോഗിക്കാതെ ഈ കല്ലുകൾ ഇങ്ങനെ അടുക്കി ഇത്രയും വലിയൊരു നിർമ്മിതി ഉണ്ടാക്കിയ അന്നത്തെ കാലത്തെ ആളുകളെ നമ്മൾ ശരിക്കും നമിച്ചേ മതിയാവത്തുള്ളൂ. രണ്ടാമത്തെ ഗോപുരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ നമ്മൾ ചെരുപ്പൊക്കെ അവിടെ ഊരി വെക്കണം. അതിനായിട്ട് അവിടെ ഒരു ക്ലോക്ക് റൂം സജ്ജീകരിച്ചിട്ടുണ്ട്. കൂടാതെ വിൽപ്പനയ്ക്കായിട്ട് ഒത്തിരി സാധനങ്ങളും അവിടെ ലഭ്യമായിരുന്നു. നമ്മളിപ്പോൾ കാണുന്നതാണ് രണ്ടാമത്തെ ഗോപുരം. ഇതിന്റെ പേര് രാജരാജ തിരുവയ്യിൽ എന്നാണ്. 3 നിലകളുള്ള ഈ ഗോപുരത്തിൽ നിറയെ പുരാണ കഥാസന്ദർഭങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് റിസർച്ചേഴ്സ് പഠനം നടത്തിയിട്ടുമുണ്ട്. ഈ ഗോപുരത്തോട് ചേർത്തിട്ടാണ് ചുറ്റുമതിൽ നിർമ്മിച്ചിട്ടുള്ളത്. അതിന്റെ പുറത്തായിട്ട് ഈ കാണുന്ന പോലത്തെ 1008 നന്ദികളെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇതിന്റെ ഇരുവശങ്ങളിലായിട്ട് ദ്വാരപാലകരുടെ 2 വലിയ രൂപം അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ഗോപുരത്തിലെ ചില ശില്പങ്ങളൊക്കെ മറാത്ത ഭരണകാലത്തിന്റെ ശേഷിപ്പുകളാണ്. നാഗരാജാവിന്റെയും ഇന്ദിരാദേവിയുടെയും പ്രതിഷ്ഠകൾ ഈ ഗോപുരത്തിലുണ്ട്. പ്രാചീന തമിഴ് ലിപികളിൽ ഈ കൊത്തിവെച്ചിരിക്കുന്നത് ചരിത്രമാണ്, ഈ മഹാനിർമ്മിതിയുടെ ചരിത്രം. ഗോപുരം കടന്ന് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഉള്ള ഒരു കാഴ്ചയാണിത്. ശരിക്കും ഈ ചുറ്റുമതിൽ എന്നുള്ളത് ഒരു നടപ്പന്തലായിട്ടാണ് അവർ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. മതിൽക്കെട്ടിൽ പോലും എത്ര ഭംഗിയായിട്ടാണ് ഓരോ കൊത്തുപണികൾ ചെയ്തു വെച്ചിട്ടുള്ളത്. പണ്ട് കാലത്തെ രാജാക്കന്മാരുടെ ജീവചരിത്രവും ഭരതനാട്യത്തിന്റെ 108 മുദ്രകളൊക്കെ ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ചോള രാജാക്കന്മാർ സംഗീതത്തെയും കലയും ഒക്കെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രമുറ്റത്ത് കാണുന്ന പലതരം മണ്ഡപങ്ങളിൽ ഉത്സവ സമയത്തൊക്കെ കച്ചേരിയും നൃത്തവും ഒക്കെ അവർ സംഘടിപ്പിച്ചിരുന്നു. അതിനായിട്ട് ഒരുപാട് കലാകാരന്മാരിവിടെ ഒത്തുചേർന്നിരുന്നു. ഇതാണ് പ്രധാന ക്ഷേത്രഗോപുരം. 66 മീറ്ററാണ്. ഏകദേശം ഒരു 18-19 നിലയുള്ള ഒരു ബിൽഡിങ്ങിന്റെ അത്ര ഉയരമുണ്ട് ഈ ക്ഷേത്ര ഗോപുരത്തിന്. ഇതിനു മുകളിലായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒറ്റക്കല്ലിൽ തീർത്ത താഴികക്കുടത്തിന് 80 ടൺ ഭാരമുണ്ടെന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. ശ്രീവിമാന, ശ്രീകോവിൽ, ഗർഭഗൃഹം, മുഖമണ്ഡപം എന്നിവ ചേർന്നതാണ് പ്രധാന ക്ഷേത്ര ഗോപുരം. ആദ്യം നമുക്ക് നന്ദി മണ്ഡപത്തിലേക്ക് പോകാം. ശേഷം നമുക്ക് പ്രധാന ക്ഷേത്രത്തിലേക്ക് കയറാം. 16-ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യ രാജാക്കന്മാർ പണികഴിപ്പിച്ചതാണ് ഈ കാണുന്ന കൂറ്റൻ നന്ദി വിഗ്രഹം. രാജരാജ ചോളൻ പണികഴിപ്പിച്ചിരുന്ന വിഗ്രഹത്തിന് വലിപ്പം കുറവായിരുന്നു എന്ന കാരണത്താലാണ് ഇവരിത് മാറ്റി സ്ഥാപിച്ചത്. ഒറ്റക്കല്ലിൽ തീർത്ത ഈ നന്ദിക്ക് 25 ടൺ ഭാരമാണുള്ളത്. കൂടാതെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിപ്പമുള്ള നന്ദികളിൽ 2ാം സ്ഥാനവും ഈ പ്രതിഷ്ഠയ്ക്കാണ്.
നന്ദി മണ്ഡപത്തിന്റെ മുകൾ ഭാഗത്തായി കാണുന്ന വളരെ ഭംഗിയായിട്ടുള്ള ഈ ചിത്രപ്പണികൾ 17-ാം നൂറ്റാണ്ടിൽ ഇവിടം ഭരിച്ചിരുന്ന മറാത്ത രാജാക്കന്മാരുടെ സംഭാവനയായിരുന്നു. 300 വർഷങ്ങൾക്ക് മുന്നേ പൂക്കളിൽ നിന്നും പഴച്ചാറുകളിൽ നിന്നുമുള്ള നാച്ചുറൽ കളേഴ്സ് ഉപയോഗിച്ചാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാ ക്ഷേത്രങ്ങളെയും പോലെ തന്നെ ശ്രീകോവിലിന് മുന്നിലായിട്ട് ഒരു ഭംഗിയാർന്ന കൊടിമരവും സ്ഥാപിച്ചിട്ടുണ്ട്. നന്ദി മണ്ഡപത്തിന് തൊട്ടടുത്തായി കാണുന്നതാണ് 13-ാം നൂറ്റാണ്ടിൽ പാണ്ഡ്യരാജാവ് പണി കഴിപ്പിച്ച പെരിയ നായകി അമ്മാൾ ക്ഷേത്രം. വളരെ മനോഹരമായി കൊത്തുപണി ചെയ്തിട്ടുണ്ട് ഇവിടത്തെ തൂണുകളിലും. പെരിയമ്മൻ ബൃഹനായകി അഥവാ പാർവതി ദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അടുത്തതായി പ്രധാന ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് പോയി 13 അടി ഉയരമുള്ള ഒറ്റക്കല്ലിൽ തീർത്ത ശിവലിംഗമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ശിവലിംഗത്തിന് മുകളിലായിട്ട് പഞ്ചലോഹത്തിൽ നിർമ്മിച്ച 5 തലയുള്ള സർപ്പമുണ്ട്. പഞ്ചഭൂതങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ഇവ. ആനയെ വിഴുങ്ങുന്ന ശക്തനായ പെരുമ്പാമ്പിനെ ചവിട്ടി നിൽക്കുന്ന അതിശക്തനായ ദ്വാരപാലകന്റെ ശില്പം നമുക്കിവിടെ കാണാനാകും. ഇവിടുത്തെ ഓരോ കല്ലും ശില്പഭംഗിയിൽ മുങ്ങി നിൽക്കുന്നതാണ്. ദർശനം കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്ന വഴിയാണിത്. ഉള്ളിൽ നമുക്ക് ക്യാമറ അലൗഡ് അല്ല. ഓരോ കുഞ്ഞു കുഞ്ഞു ശില്പങ്ങളാവട്ടെ, അതിന്റെ ഒരു ഫിനിഷിംഗ് എന്ന് പറയുന്നത് എടുത്തു പറയേണ്ടതാണ്. പഴയ തമിഴ് ലിപിയിൽ ഒരുപാട് ലിഖിതങ്ങൾ ഇവിടെ അവർ കൊത്തിവെച്ചിട്ടുണ്ട്. ഓരോ ശില്പങ്ങൾക്കും ഒരുപാട് അർത്ഥങ്ങളും ചരിത്രങ്ങളും ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഗവേഷകർക്ക് ഇവിടെ ഒരുപാട് പഠന സാധ്യതകൾ നൽകിയിരുന്നു. ഇതിന്റെ ആ സ്ട്രക്ചറും കൊത്തുപണിയും ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സമയം പോകുന്നതേ ശരിക്കും നമ്മൾ അറിയത്തില്ല. ക്ഷേത്രത്തിന്റെ സംരക്ഷണം പുരാവസ്തു ഗവേഷണ കേന്ദ്രത്തിന്റെ ചുമതലയാണ്. അവർ അത് ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ടെന്ന് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 1000-ലധികം വർഷങ്ങൾ പിന്നിട്ടുകൊണ്ട് ഒരു നിർമ്മിതി ഇത്രയും ഗംഭീരമായിട്ട് നിലനിൽക്കുന്നുവെങ്കിൽ അതൊരു നിസ്സാര കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഈ ക്ഷേത്രം ഇടം നേടിയത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, 18 അടിയോളം വലിപ്പമുള്ള ശിവലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ വാതിലിലൂടെ അത്രയും വലിപ്പമുള്ള ഒരു ശിവലിംഗത്തെ കൊണ്ടുപോകാന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ്. സോ ഇവിടെ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം ശിവലിംഗം പ്രതിഷ്ഠിച്ചു. അതിനുശേഷം ശ്രീകോവിലും ഗോപുരവും പണിതു. അതിനും ശേഷമാണ് പുറമെയുള്ള മണ്ഡപവും കവാടവും ഒക്കെ നിർമ്മിച്ചത്. AD 985 തുടങ്ങിയ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായത് 1010-ലായിരുന്നു. ഈ ഗോപുരത്തിലേക്ക് നോക്കിയാൽ നമുക്കൊരു കാര്യം കാണാൻ പറ്റും. അച്ചു വെച്ചൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ സിമിലർ പാറ്റേണിലുള്ള കുറച്ച് രൂപങ്ങളുണ്ട്. അതിങ്ങനെ താഴ്ന്ന് മേളിലേക്ക് പോകും തോറും സൈസ് മാത്രം ഇങ്ങനെ ചെറുതായി വരുന്ന രീതിയിലാണ് പണിതിട്ടുള്ളത്. നീലാകാശത്തിന് കീഴെ കരിങ്കല്ലിൽ കൊത്തിയ ഈ മഹനീയ നിർമ്മിതി കാഴ്ചക്കാർക്ക് ഒരത്ഭുതം തന്നെയാണ്. നമ്മളിപ്പോ തൊഴുതിറങ്ങിയത് ദക്ഷിണാമൂർത്തിയുടെ ക്ഷേത്രത്തിൽ നിന്നാണ്. അതിന് തൊട്ടടുത്തായി കാണുന്നതാണ് ഗണപതി ക്ഷേത്രം. 18-ാം നൂറ്റാണ്ടിൽ സർഫോജി രണ്ടാമനാണ് ഈ ഗണപതി ക്ഷേത്രം പണിതത്. കുഞ്ഞു പൊത്തുകൾ പോലെ ഈ ചുമരിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് പണ്ടുകാലത്ത് വിളക്ക് കത്തിക്കാനൊക്കെ ഉപയോഗിച്ചതാണ്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇവിടത്തെ ചുമർ ചിത്രങ്ങൾ ഒരുപാട് മാഞ്ഞു പോയിട്ടുണ്ട്. ഇനി നമുക്ക് 400ഓളം തൂണുകൾ കൊണ്ട് നിർമ്മിച്ച ഈ നടപ്പന്തലിലേക്ക് കയറാം. നടപ്പന്തൽ പണിതതും ശിവലിംഗം പ്രതിഷ്ഠിച്ചതുമൊക്കെ രാജരാജ ചോളനാണ്. എന്നിരുന്നാലും അതിന്റെ ഉള്ളിലെ ആ ചിത്രപ്പണികൾ സംഭാവന ചെയ്തത് മറാത്ത രാജാക്കന്മാരാണ് 18-ാം നൂറ്റാണ്ടിൽ. കരിങ്കല്ലിൽ തീർത്ത ഈ സ്റ്റെപ്പ് കണ്ടോ, എനിക്കെന്തോ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ പ്രധാന ക്ഷേത്രത്തിന് ചുറ്റുമായിട്ട് ഒരുപാട് ഉപക്ഷേത്രങ്ങളുണ്ട്. നമ്മളിങ്ങനെ നടന്നു പോയപ്പോൾ കണ്ട ഒരു കൗതുക കാഴ്ചയാണ് ഈ കാണുന്ന കിണറ്റിന്റെ കപ്പി അഥവാ പുള്ളി എന്ന് പറയുന്നത് തടി കൊണ്ടുണ്ടാക്കിയതാണ്. അതിൽ ആ കയറിന്റെ പാട് നല്ല ക്ലിയർ ആയിട്ട് കാണാം. പണ്ടുകാലത്ത് അവർ ഉപയോഗിച്ചിരുന്നതായിരിക്കാം. ഇന്ന് ഇത് ഈ കിണറില് വെള്ളമൊന്നും ഇല്ല. നായ്ക്കർ രാജാക്കന്മാർ പ്രതിഷ്ഠിച്ച സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് പുറമെ സൂര്യൻ, ചന്ദ്രൻ, അഷ്ടദിക്പാലകർ, ഇന്ദ്രൻ, അഗ്നി, വായു, യമൻ, കുബേരൻ തുടങ്ങിയ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട്. നവഗ്രഹങ്ങളെ ശിവലിംഗ രൂപത്തിൽ പൂജിക്കുന്ന ഒരേ ഒരു ക്ഷേത്രമാണിത്. കൂടാതെ 27 നക്ഷത്രങ്ങളെയും ശിവലിംഗ രൂപത്തിൽ ഇവിടെ പൂജിക്കുന്നു.
ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ ശിവലിംഗങ്ങളുടെയും മുന്നിലായിട്ട് ഇതുപോലൊരു നന്ദിയും ബലിക്കല്ലും നമുക്ക് കാണാൻ സാധിക്കും. നന്ദിയുടെ ചെവിയിൽ നമ്മൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അത് ശിവഭഗവാൻ സാധിച്ചു തരുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് കേശൂട്ടനും പറഞ്ഞു അവന്റെ എന്തോ കുഞ്ഞാഗ്രഹം. 100ഓളം പുരോഹിതന്മാരും 400 നർത്തകിമാരും വാദ്യോപകരണങ്ങൾ വായിക്കുന്നതിനായി 100 സംഗീതജ്ഞരും കച്ചേരി നടത്താൻ 50 ഗായകരും ഗുമസ്തരും കാവൽക്കാരും ഒക്കെയായിട്ട് അക്കാലത്ത് 1000ഓളം ജീവനക്കാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ശിവഭഗവാനുമായി ബന്ധപ്പെട്ട പുരാണ കഥകളാണ് ഇവിടെ ചുവർ ചിത്രങ്ങളായി ആലേഖനം ചെയ്തിട്ടുള്ളത്. രാജരാജ ചോളന്റെ ഭരണത്തിന്റെ 25ാം വർഷത്തിലെ 275ാം ദിവസമാണ് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായത് എന്ന ശിലാലിഖിതം ഇവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ടത്രേ. ഇവിടത്തെ തിരുവെഴുത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ക്ഷേത്രം പണിതത് രാജാവ് മാത്രമല്ല, ഈ രാജ്യത്തുള്ള സാധാരണ ജനങ്ങളടക്കം എല്ലാവരും അതിനായി സംഭാവന ചെയ്തിരുന്നു. ഇതാണ് ഇവിടുത്തെ സുബ്രഹ്മണ്യ ക്ഷേത്രം. ആനകളും കുതിരകളും ചേർന്ന് വലിക്കുന്ന ഒരു രഥം പോലെയാണ് ഈ ക്ഷേത്രം പണിതിട്ടുള്ളത്. കുതിച്ചുയരുന്ന ഒരു കുതിരയുടെ രൂപമാണ് ഇവിടെ കൊത്തിവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ വായ് തുറന്നും നാക്ക് പുറത്തേക്ക് തള്ളിയിരിക്കുന്ന ഒരു രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കൂടാതെ ആ കയറിന്റെ ഓരോ പിരിയും നോക്കിക്കേ, എത്ര ഒറിജിനാലിറ്റിയിലാണ് അത് അവർ ചെയ്തിരിക്കുന്നത്. ഇതിൽ കാണുന്ന ഈ കെട്ടുണ്ടല്ലോ, അതിപ്പോഴും നമ്മുടെ പട്ടാളക്കാര് ഉപയോഗിക്കുന്നത് മിലിറ്ററി നോട്ട് എന്നതാണ്. കുതിരയുടെ പുറത്തായിട്ട് വളരെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഒരു പടച്ചട്ടയും അവര് കൊത്തിവെച്ചിട്ടുണ്ട്. ഹംസത്തിന്റെ മുകളിൽ ഇരിക്കുന്ന ബ്രഹ്മാവിന്റെ ശില്പമാണ് നമ്മളിപ്പോ ഈ കാണുന്നത്. മദമിളകിയ ആനയെ തളയ്ക്കുന്ന പോലൊരു ചിത്രീകരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിനുള്ളിലെ ദ്വാരപാലകന്റെ രൂപമാണ്. ഈ സൃഷ്ടിക്ക് ചില പ്രത്യേകതകളുണ്ട്. ഇത് ഒറ്റക്കല്ലിൽ തീർത്ത വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു രൂപമാണ്. കൂടാതെ ഇതിന്റെ കയ്യിലിരിക്കുന്ന ഒരു ഷീൽഡ്, ഒരു മെറ്റൽ ഷീൽഡ്, അതിൽ നമ്മൾ കൊട്ടിക്കഴിഞ്ഞാൽ ശരിക്കും മെറ്റലിൽ തട്ടുമ്പോഴുള്ള സൗണ്ട് കേൾക്കാൻ സാധിക്കും. ഇവിടുത്തെ ഓരോ കല്ലിനും ഓരോ ചരിത്രവും അർത്ഥവും എല്ലാം ഉണ്ട്. അന്നത്തെ ആളുകൾ എത്ര പ്ലാൻ ചെയ്തിട്ടായിരിക്കും ഇതെല്ലാം കൊത്തിയെടുത്തിട്ടുണ്ടാവുക. മൊത്തമായും 36 ക്ഷേത്രപാലകരുടെ ശില്പം ഈ ക്ഷേത്രത്തിലുണ്ട്. രാവിലെ 7:30 മുതൽ 8:30 വരെ ഇവിടെ അഭിഷേകത്തിന്റെ സമയമാണ്. അഭിഷേകം കഴിഞ്ഞു വരുന്ന വെള്ളമാണ് ഇതുവഴി ഇങ്ങനെ വരുന്നത്. നമ്മൾ കാണുന്നില്ലേ, ഈ അഭിഷേക ജലം വരുന്നതിന്റെ കീഴിലായിട്ട് കാണുന്നതാണ് ഭൂതഗണം. സത്യം പറയാലോ, ഈ നിർമ്മിതിയുടെ ഭംഗി ആസ്വദിച്ച് തീരാത്തത് കാരണം വൈകിട്ട് ഞങ്ങൾ ഒന്നുകൂടെ വന്നു. ഞങ്ങളവിടെ എത്തുമ്പോഴേക്കും സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന എന്തോ ഒരു പൂജ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. രാവിലെ നമ്മൾ കണ്ട അതേ ക്ഷേത്ര പരിസരമാണ്. എന്നിരുന്നാലും ആ സൂര്യാസ്തമയത്തിന്റെ സമയത്ത് അതിന്റെ എല്ലാം തേജസ് ഒന്നുകൂടെ വർദ്ധിച്ചതുപോലെ എനിക്ക് തോന്നി. വളരെ ബൃഹത്തായിട്ടാണ് ഈ ക്ഷേത്രം പണിതിരിക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാം വളരെ വലിപ്പം കൂടിയ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിനായി 1,30,000 ടൺ കരിങ്കല്ലാണ് വേണ്ടി വന്നത്. എന്നാൽ തഞ്ചാവൂരിന്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് പാറയോ മലയോ ഒന്നും തന്നെ ഇല്ലാത്ത സ്ഥലമാണ്. അങ്ങനെയുള്ള ഈ സ്ഥലത്ത് ഇത്രയും കല്ലുകൾ കൊണ്ടുവന്ന് പണിതത് 80 കിലോമീറ്റർ ദൂരെ നിന്നാണ്. അതിനായി 3000ഓളം ആനകളും 5000ഓളം കുതിരവണ്ടിയും ആയിരക്കണക്കിന് മനുഷ്യരും അവരുടെ അധ്വാനവും വിയർപ്പും ഈ മണ്ണിൽ ഒഴുക്കിയിട്ടുണ്ട്. കുഞ്ചരമല്ലൻ രാജരാജ പെരുന്തച്ചനാണ് ഈ മഹാസൃഷ്ടിയുടെ ശില്പി. ക്ഷേത്രമതിലിൽ അദ്ദേഹത്തിന്റെ പേര് കൊത്തിവെച്ചിട്ടുണ്ട്. ക്ഷേത്ര നിർമ്മാണത്തിനായി സഹായിച്ച ഓരോരുത്തരുടെയും പേര് ഇവിടത്തെ കല്ലുകളിൽ കൊത്തിവെച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. ക്രെയിനോ JCBയോ ഒന്നും തന്നെ ഇല്ലായിരുന്ന അന്നത്തെ കാലത്ത് 81,000 കിലോ ഭാരം വരുന്ന ഈ ഒറ്റക്കല്ല് 216 അടി ഉയരമുള്ള ഗോപുരത്തിന് മുകളിൽ സ്ഥാപിക്കാനായി അവർ ചെയ്തത് ഈജിപ്തിലെ പിരമിഡുകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച ചില സാങ്കേതിക വിദ്യയാണ്. ആദ്യം ക്ഷേത്രത്തിന് ആവശ്യമായ കല്ലുകൾ അടുക്കി അത്രയും ഭാഗത്ത് മണ്ണിട്ട് ഏകദേശം 7 കിലോമീറ്റർ നീളമുള്ള സ്ലോപ്പ് ആയിട്ടുള്ള ഒരു റാമ്പ് ഉണ്ടാക്കി.
അതിലൂടെയാണ് ആനകളുടെ സഹായത്തോടുകൂടി താഴികക്കുടത്തിനായിട്ടുള്ള കല്ല് കയറ്റിയത്. ശേഷം മണ്ണ് മാറ്റി മുകളിൽ നിന്നും താഴേക്ക് ശില്പികൾ കൊത്തുപണി ചെയ്തു. ക്ഷേത്ര ഗോപുരത്തിന് മുകളിലായിട്ട് ഒരു കലശം വെച്ചിട്ടുണ്ട്. നമ്മൾ താഴെ നിന്ന് കാണുന്നത് പോലെയല്ല, അതിന് 12 അടി ഹൈറ്റ് ഉണ്ട്. അതിനകത്ത് ധാന്യമാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ക്ഷാമകാലത്തെടുത്ത് കൃഷി ചെയ്യാൻ ആവശ്യത്തിനായിട്ടാണ് പണ്ട് കാലത്ത് ചോള രാജാക്കന്മാരുള്ളായിരുന്ന കാലം മുതൽ അത് ചെയ്തു വരുന്നതാണ്. ഓരോ 12 വർഷം കൂടുമ്പോഴും ഇതിനകത്തുള്ള ധാന്യങ്ങൾ മാറ്റി പുതിയത് നിറയ്ക്കും. കാരണം ആ ഒരു പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വിത്ത് മുളയ്ക്കത്തില്ല. ഒരു ക്ഷേത്രം എന്നതിലുപരി വാസ്തുവിദ്യയുടെ ഒരു അത്ഭുതമായും കാലത്തെയും പ്രകൃതിക്ഷോഭങ്ങളെയും എല്ലാം അതിജീവിച്ച് തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു ചരിത്ര നിർമ്മിതിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ വഴിയിലൂടെ നടക്കുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയാണ് ഞങ്ങൾക്കുണ്ടായത്. അതറിയണമെങ്കിൽ നിങ്ങളും ഒരിക്കലെങ്കിലും ഇവിടെ വരണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.